ഹായ് ഹലോ, ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്ന് ഞങ്ങളുടെ 3rd ആനിവേഴ്സറി ആണ്. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്ന ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്ന ഭാര്യ. ഏവർ എന്ന പേര് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും. മണിച്ചിത്രത്താഴ് മൂവിയിൽ ഗംഗ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് മോഹൻലാലും സുധീഷും പോകുന്നുണ്ടല്ലോ, ആ നാടാണിത്. ആ സിനിമയിലെ ഏകദേശ കഥയൊക്കെ ഇവിടെ നടന്ന സംഭവമാണ്. ആ കാണുന്നതാണ് നമ്മുടെ കണ്ണനാനം. ആൾ കുറച്ചൊരു കുറുമ്പനാണ്, അതുകൊണ്ട് തന്നെ അടുത്തു പോകാൻ പറ്റില്ല. അമ്പലക്കുളത്തിൽ ഇഷ്ടം പോലെ മീനുകളുണ്ട്. ഈ അമ്പലത്തിൻ്റെ തൊട്ടുപുറയിലായിട്ട് അയ്യപ്പൻ്റെ ഒരു അമ്പലം കൂടിയുണ്ട്. ഞങ്ങൾ അവിടെയും കൂടി തൊഴുതു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും വക ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരു സൈഡ് പൊട്ടിച്ചാ ഇല്ലാത്ത കളറാണ്. മീൻ്റെ കാണിച്ചേട്ടാ ഉണ്ട്. അല്ല ചെറുതോ വലുതോ അല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ ഓരോരോ പൂരി ഇങ്ങനെ കറി എന്താ സ്പെഷ്യൽ ചോലപ്പെട്ടു ഓരയും ഹാപ്പി ആനിവേഴ്സറി. നടക്ക്, ജീൻ്റെ അടുത്ത് നടക്ക്. ഓ വാ, എന്താ പറയാ കുഞ്ചു? അവിടെ വെക്കല്ല, വാ കുഞ്ഞു, വാ വാ. ഹാപ്പി ആനിവേഴ്സറി പറ. കൊടുക്ക് കൊടുക്ക് കൊടുക്ക്, വാ കൊടുക്ക്. വീണ് ഇരുന്നോ. എന്തായിരിക്കും ഗസ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? അയ്യോ, കാർഡ് എടുത്തില്ലല്ലോ. ക്ലൂ വേണം, ക്ലൂ വേണമേ. ആ, കൊറേ വിഷയമല്ല, പോയപ്പോ വാങ്ങാൻ വിചാരിച്ച സാധനം. അല്ല, കവർ അതാണ്. കപ്പൊന്നല്ല, യൂസ്ഫുൾ ആ, ഡെയിലി യൂസ് ചെയ്യണം. ഡയറി അല്ല, ഇത് കുഞ്ചൂസിന്റെ ഗിഫ്റ്റ് ആണേ. ബെൽറ്റ് അതൊക്കെ ആയി. എങ്ങനെയുണ്ട്, നല്ലതാണോ? വീത ഹാപ്പി ആനിവേഴ്സറിയും. അയ്യോ, അതെന്റെ വലത് കയ്യിൽ ഫോണുണ്ട്. പക്ഷെങ്കിൽ ഇത് രണ്ട് വേണമെങ്കിൽ ഒരു കവറിൽ ഇടായിരുന്നു. പക്ഷെ ഞങ്ങൾ കൊള്ളാത്തോണ്ട് 2 കവർ ആക്കിയതാ. കിടക്കട്ടെ അല്ലേ? എന്തായിരിക്കും മാമി ഇതിനകത്ത്? പറ പറ.
ഇതും നിനക്ക് അതിലേതിലാന്ന് എനിക്കറിയില്ല. ഇതും നിനക്ക് ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു സാധനം. കായംകുളത്ത് പോയപ്പോ കീറിപ്പോയ എന്തായിരുന്നു? ചെക്കാണ് ഈ ചെക്ക്. പെട്ടെന്ന് കീറിയാലും കുഴപ്പമില്ല, അങ്ങനത്തെ ചെയ്തോ. അതില് ഇതിനകത്ത് കൊള്ളാത്തോണ്ടാവും ഇത് രണ്ടൊരു കവറിൽ കൊള്ളാം. ഇഷ്ടായോ? ഓ हेलो मेरे रिटर्न ऑफ द डे मैं मेरे रिटर्न ऑफ द डे ओ कुഞ്ഞിനെ കൊത്തില്ല ഉമ്മ ആ മേനി 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 താങ്ക് യു. സ്പെഷ്യൽ പരിപ്പ് കറി, പൈനാപ്പിൾ പച്ചടി, പുഴുക്ക്, പപ്പടം, പിന്നെ വേറെ സാധനം ചോറ് പറയുന്നില്ല. ചോറ് പായസം, അടപ്പായസം. അടപ്രഥമനാണോ? അടപ്രഥമൻ. പച്ചടി, പൈനാപ്പിൾ. അല്ലു അർജുനെയോ? അങ്ങനെ അല്ല, എനിക്ക് അല്ലു അർജുൻ സിനിമ ഇഷ്ടം. കഴിക്കൂ. എടുത്ത് കഴിഞ്ഞ് പൈനാപ്പിൾ പെടി, പൈനാപ്പിൾ ടേസ്റ്റ് എല്ലാം ഞാൻ കാണിച്ചു. അന്നത്തെ ദിവസം കാർത്തികയായിരുന്നു. ഈ ദിവസങ്ങളിൽ വീട്ടിലെ സിറ്റ് ഔട്ടിലും അതിലൊക്കെ ദീപം തെളിയിക്കാറുണ്ട്. ഈ ഒരു ടെക്നിക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ്. ഇത് വാഴയുടെ തണ്ടാണ്. അടിപൊളി നൈസ് ഐഡിയ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ദീപം തെളിയിക്കുമ്പോൾ അമ്പലത്തിലെ കുത്തുവിളക്കിൽ ദീപം തെളിയിക്കുന്ന സെയിം ഫീൽ ആണ് നമുക്ക് കിട്ടും. എന്തിനാ വിളക്ക് വെച്ചെന്നറിയോ? എന്റെ ആനിവേഴ്സറി അല്ല, അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് വാങ്ങാൻ പോയി. അന്നത്തെ ദിവസം ഫുൾ ഡേ നല്ല മഴയായിരുന്നു. ബട്ട് വിളക്ക് കത്തിക്കുന്ന ആ ഒരു ടൈമിൽ മഴയൊന്ന് നിന്നായിരുന്നു. കുഞ്ചൂസിന്റെ കയ്യിലെന്താ? കയ്യിലെന്താ? അച്ഛൻ്റെ കൊടുക്ക്, ജിന്റെ കൊടുക്ക്. ഞങ്ങൾ ആദ്യം കേക്ക് കട്ട് ചെയ്യുന്നില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. കേക്ക് വാങ്ങാൻ 2 റീസൺ ഉണ്ട്. ഒന്നിതാണ്, ചാച്ചു സായി കണ്ണ് ഇവർക്ക് വേണ്ടിയാണ് കേക്ക് വാങ്ങിയത്. ഈ 3 പേർക്കും കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി സെക്കൻഡ് റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഓർത്ത് വയ്ക്കാൻ നല്ല മെമ്മറീസൊക്കെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന മുതൽ ഇവരെൻ്റെ കൂടെയുണ്ട്. എൻ്റെ ബർത്ത്ഡേ, എൻ്റെ ആനിവേഴ്സറി ഡേ, അങ്ങനെ എൻ്റെ എല്ലാ സ്പെഷ്യൽ ഡേയും സായും ചാച്ചു ഓർത്ത് വയ്ക്കും. എന്നിട്ട് 1 മാസം മുമ്പേ തന്നെ വന്ന് ഓർമ്മിപ്പിക്കും. അതേപോലെ തന്നെ അവർ തന്നെ കാർഡ്സും ചെറിയ ക്യൂട്ട് ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കൊണ്ടുതരാറുണ്ട്. എന്നും ഇവിടെ വരാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സാണ്. അതേപോലെ ഇപ്പോൾ കുഞ്ചൂസിൻ്റെയും.
അങ്ങനെ അന്നത്തെ ദിവസത്തെ ഡിന്നർ ഞങ്ങൾ എല്ലാവരും പുറത്തുനിന്നായിരുന്നു കഴിച്ചത്. നല്ല ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 3rd ആനിവേഴ്സറി കുറേ നല്ല മെമ്മറീസൊക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് ഡേ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ.